ഗുരുവായൂർ ക്ഷേത്ര നടയിൽ വഴിയോര കച്ചവടക്കാരന് ക്രൂരമർദ്ദനം. ഇരുമ്പ് പൈപ്പ് കൊണ്ടുള്ള അടിയേറ്റ് ഇടതുകൈയുടെ എല്ല് പൊട്ടി. തട്ടുകടയും അക്രമി തല്ലി തകർത്തു. വടക്കേനടയിൽ മാഞ്ചിറ റോഡിൽ 7 വർഷത്തോളമായി മുല്ലപ്പൂവും പൂജാസാധനങ്ങളും വിൽപ്പന നടത്തുന്ന ചാവക്കാട് തിരുവത്ര ചീരമ്പത്ത് 66 വയസ്സുള്ള രാജേന്ദ്രനാണ് മർദ്ദനമേറ്റത്. തെരുവിൽ കഴിയുന്നവർ കഴിഞ്ഞ ദിവസം നടപ്പാതയിൽ മലമൂത്ര വിസർജനം നടത്തുന്നത് രാജേന്ദ്രൻ ചോദ്യം ചെയ്തിരുന്നു. പിറ്റേന്ന് കട വിസർജ്യ വസ്തുക്കളാൽ മലിനമാക്കി. ഇതിന്റെ ദൃശ്യങ്ങൾ സഹിതം പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് രാജേന്ദ്രൻ പറഞ്ഞു. ആ ഗേറ്റിന്റെ അരികെ തന്നെ ഒരു ചന്ദരൻ എന്ന് പറഞ്ഞ ഒരാളും അയാളുടെ ഭാര്യയും കൂടി അവിടെ കിടന്നായിരുന്നു. അവര് അവിടെ തന്നെ മലമൂത്ര വിസർജനം ഇതൊക്കെ ചെയ്യുന്നത്. അതൊരു ദിവസം കണ്ടപ്പോ ഞാൻ ചെയ്യരുതെന്ന് പറഞ്ഞു. അതിന്റെ വൈരാഗ്യത്തിന് അവൻ ഈ ഞാൻ കച്ചവടം ചെയ്യുന്ന സ്ഥാപനത്തിന്റെ മേലെ മലം കൊടുന്നിട്ട് അങ്ങനെ വൃത്തിഹീനാക്ക് ഇതൊക്കെ ചെയ്തു. പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് കൊടുത്തു. ഇതിന്റെ എല്ലാ ഇതും ഇവൻ കൊടുന്നിരുന്ന രംഗങ്ങളും എല്ലാം ആയിട്ട് അവിടുന്ന് 2 ദിവസം കഴിഞ്ഞപ്പോ ഇരുമ്പ് പൈപ്പ് കൊണ്ടുവന്നിട്ട് അടിക്കാണ് ഉണ്ടായത്. കഴിഞ്ഞ 12-ന് പുലർച്ചെ 3 മണിയോടെ ഇരുമ്പ് പൈപ്പുമായി എത്തിയ അക്രമി മർദ്ദിക്കുന്നതും കട തല്ലി തകർക്കുന്നതും നിരീക്ഷണ ക്യാമറയിൽ വ്യക്തമാണ്. എന്നിട്ടും പോലീസ് കേസെടുക്കാൻ തയ്യാറായില്ല. തിരഞ്ഞെടുപ്പിന്റെ തിരക്കിട്ട ഡ്യൂട്ടിയാണ് കാരണമായി പോലീസ് പറയുന്നത്. എന്നാൽ മർദ്ദന ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചതോടെ പോലീസ് രാജേന്ദ്രനെ വിളിച്ചുവരുത്തി മൊഴിയെടുത്തു. ക്ഷേത്രനടയിലെ തെരുവോരങ്ങളിൽ കഴിയുന്നവർ മാരകായുധങ്ങളുമായി ആക്രമണത്തിന് മുതിരുന്നതായി വ്യാപക പരാതിയുണ്ട്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 100-ലധികം പേരാണ് തെരുവോരങ്ങളിൽ കഴിയുന്നത്. ഇതിൽ ഭൂരിഭാഗം പേരും ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടവരാണ്.